ഇതാ താക്കോലും ആരാധവും. പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്വമൊക്കെ കാട്ടിയത്? ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തും തരും തേവര്. കരുത്തും തൻ്റെ ഇടവും തന്നെയാ ഈ തേവരുടെയും പിൻബലം. അതിന് ക്ഷതമേക്കാൻ ഈ തേവര് സമ്മതിക്കില്ല. തങ്കവേലു, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അല്ലതേവാരെ ഇതിപ്പോ കാര്യങ്ങൾ ഒരു ജാതി വടക്കം പാട്ടിലുള്ള ഈ മല്ലനെ ജയിക്കാൻ ഞങ്ങള് 3 പേരും കൂടെ വിചാരിച്ചാൽ നടക്കില്ല. എന്തൊരു സൈസാണ് കയറാൻ പറഞ്ഞു. അതുകൊണ്ട് അപ്പനെയും ഇവനെയും വെറുതെ വിട്ടേക്ക്. എന്നെ വേണമെങ്കിൽ ഇവൻ കടിച്ചു തീർത്ത് നോട്ടെ. പക്ഷെ ഒരു കാര്യം, അപ്പന്റെ ഇവന്റെയും ദേഹത്ത് ഒരു പോറ പോലെ കേൾക്കാൻ പാടില്ല. വേണ്ട, അയാള് പറഞ്ഞ കേട്ട് നീ വലിയ ടൂർണമെന്റിനും നിൽക്കണ്ട. പണിക്കുവായിട്ടുള്ള ഇടപെടാൻ വെച്ചാൽ നിങ്ങൾ തമ്മിൽ തീർത്തോ. എന്റെ പൊന്ന് ദേവരിയേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിന് മാപ്പും പറഞ്ഞു. പിന്നെയും പറഞ്ഞ മാപ്പ് ഞങ്ങളോട് എക്സ്ക്യൂസ് മീ. ഞങ്ങളിനൊരു കുഴപ്പത്തിനും പെടുന്നില്ല. ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ. ഏക മനസ്സുള്ളപ്പോ തന്നാ മതി. വാടാ മക്കളെ. ഇതിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അങ്ങോട്ട് മാറി നിൽക്കണ പാട്ടി. അപ്പൊ ഞാനും കൂടെ ഇറങ്ങി അവനെ ഏൽപ്പട്ടെ. നീ നിക്ക് വെറുതെ തടി കിടാക്കണ്ട. അവൻ കൈകാര്യം ചെയ്തോളും. പുറത്തു വന്ന് നമുക്ക് അടിക്കല്ല. ബലത്തി എഴുതാം. ചാടി ചവിട്ടറാ. അവന്റെ കൂമ്പിനെ ഔട്ടറാ. അത് കാലക്ക് മോനെ. ഓഹോ, പുറന്നടിക്കടാ. നീ തൊമ്മന്റെ മോൻ തന്നെ. അടിച്ച് കൊല്ലണവന്മാരെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്. ദേവാര് പറഞ്ഞതുപോലെ ഇത് രണ്ടും ഞങ്ങ എടുക്കുകയാണ്. എന്തും തരാന്ന് പറഞ്ഞതല്ലേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പാറുവിനെ എനിക്ക് കെട്ടിച്ചോ. വേണ്ട, വെറുതെ പ്ലഷർ കൂട്ടണ്ട. ചുമ്മാതെ ചോദിച്ചതാ. പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലെ കയറി അലോൻസ് ചെയ്യരുത്. ഞങ്ങൾക്കാരുടെ ഓചാരം ഒന്നും വേണ്ട. പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി താനെടുത്ത് മുണുങ്ങി പോട്ടെ. എടാ, എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ അത് ദേവനായിട്ടൊരു മനോവിഷമാകത്തില്ലേ മോനെ? എന്തെങ്കിലും മേടിച്ചോണ്ട് പോടാ. പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങി രസായനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ? അതുകൊണ്ട് നീ മുതലിനെ ഞങ്ങളെ കൊണ്ടുപോക. എന്നെ കൊണ്ടുപോവല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ?